Hello guys, welcome to another video of Ooty Mallus. So after ഒരു 1 week vacation കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഊട്ടിയിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു മഴ ക്ലൈമറ്റ് ആണ്. ഞങ്ങൾ പിന്നെ ഇന്നലെ ഫിലിം കാണാൻ പോയപ്പോൾ പാക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 6 മണിക്ക് അലാറം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാക്കിംഗ് എല്ലാം ചെയ്തത്. അങ്ങനെ മമ്മി ഞങ്ങൾക്ക് ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ പൈനാപ്പിള്, കുറേ ചിപ്സും എല്ലാം ആണെങ്കിൽ മേടിച്ചെല്ലാം സെറ്റാക്കി പാക്ക് ചെയ്തു. ഇനിയെല്ലാം വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ കാറിൻ്റെ ബാക്ക് ടയർ ആണെങ്കിൽ പഞ്ചറാണ്. ഇനിയും പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വേണം ടയർ റെഡിയാക്കാൻ. ഞങ്ങളാണെങ്കിൽ 9 o'clock ഇറങ്ങണമെന്നായിരുന്നു പ്ലാന്. പക്ഷെ 1 മണിക്കൂർ ഡിലേ ആയി 10 o'clock ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ പപ്പ ആണെങ്കിൽ വീഡിയോയിൽ കാണാത്തത് പപ്പ കച്ചവടത്തിന് പോയി. പിന്നെ പപ്പായെ ഫോൺ വിളിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് കിട്ടി. അപ്പം അവർ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ടയറിനകത്ത് ഒരു സ്ക്രൂ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ സീനറിയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പാട്ട് വെക്കുമ്പോൾ തന്നെ ഇച്ചൂട്ടം ഭയങ്കര ഡാൻസ് കളിയാണ്. ഇടയ്ക്കാണെങ്കിൽ റേഞ്ച് ഇഷ്യൂസും നെറ്റ് ഇഷ്യൂസും കാരണമാണെങ്കിൽ പാട്ട് നിൽക്കുകയാണ്, ബഫർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നിൽക്കുമ്പോൾ പാട്ട് നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഇച്ചൂട്ടം പറയും പാട്ട് നിന്നു എന്ന്. പിന്നെ ഏബിക്കുട്ടൻ നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ വാളയാർ എത്തി. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ ആണെങ്കിൽ സ്ഥിരം ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് റൈസ് ബൗള്. സോ അവിടെ കയറി അടിപൊളി ഫുഡാണ് അവിടെ. ആദ്യം തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഗ്ലാസ്സിൽ വാട്ടർമെലൻ്റെ ജ്യൂസ് തരും. അങ്ങനെ ഞങ്ങൾ ഇന്ന് ലഞ്ചിനാണെങ്കിൽ ഫിഷ് കറി മീൽസാണ് ഓർഡർ കൊടുത്തത്. പിന്നെ ഞങ്ങളൊരു കൂന്തൽ ഫ്രൈയും ഓർഡർ കൊടുത്തു. ഇവിടെയാണെങ്കിൽ കേരള റൈസും പൊന്നി റൈസും ഉണ്ട്. നമുക്ക് ഏത് റൈസാണ് വേണ്ടതെന്ന് അവർ നമ്മളോട് ചോദിക്കും. നമുക്ക് ആ റൈസ് തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെ ഇച്ചൂട്ടൻ്റെ സൈസിൻ്റെ ചെയർ വന്നുകൊണ്ട് അവനെ അതിൻ്റെ അകത്ത് ഇരുത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റി. ഞങ്ങൾ കോയമ്പത്തൂർ തുടിയലൂർ എത്തി. പിന്നെ ഡിമാർട്ട് കണ്ടപ്പോൾ ഡിമാർട്ടിലേക്ക് കയറി. പിന്നെ ഒരാഴ്ച കിച്ചണൊക്കെ ക്ലോസ് ആയിരുന്നല്ലോ, അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു. അങ്ങനെ അവിടെ ഡിമാർട്ടിൽ നിന്ന് പോയൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞങ്ങളവിടെ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാർക്കിംഗ് തന്നെ ഫുള്ളായിരുന്നു. In sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine. അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്കാണെങ്കിൽ വെജിറ്റബിൾസും എല്ലാം മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഡിമാർട്ടിലാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്നുമില്ല, പ്രൊവിഷൻ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറൊരു കടയിൽ നിന്നാണ് ഞങ്ങൾ വെജിറ്റബിൾസ് എല്ലാം മേടിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ഇലകളൊക്കെ ഉണ്ട്. ചീരയാണെങ്കിൽ പിന്നെ നാട്ടിൽ നമുക്ക് കിട്ടും. പക്ഷെ ബീട്രൂട്ടിൻ്റെ ഇല, മൺതക്കാളി എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട്. പിന്നെ വേറെ കുറേ ടൈപ്പ് ഓഫ് ഇലയുണ്ട്. അങ്ങനെ ഞങ്ങൾ ചീര മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബെൻഡ് കയറിയപ്പോൾ ഞാനും ഇച്ചാനും കൂടി പറഞ്ഞു ഇനി നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മുടെ ഡെയിലി റൊട്ടീൻ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പം ഇ പാസിൻ്റെ ചെക്കിങ് സ്റ്റാർട്ടായി. ഞങ്ങൾ പിന്നെ TN വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് വണ്ടികളെ ആണെങ്കിൽ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. മേ ബി അവർ ഇ പാസ് എടുത്തിട്ടുണ്ടാവില്ല. കുറേ പേർക്കൊന്നും ഇപ്പോഴും അറിയില്ല ഇ പാസ് എടുത്തിട്ട് വേണം ഊട്ടിയിലേക്ക് വരാൻ. ബിക്കോസ് ഷോസ് ഒക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇ പാസ് എടുത്തിട്ട് തന്നെയാണ് വരേണ്ടത്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടിയിലാണെങ്കിൽ അവർ ഡ്രംസ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇച്ചൂട്ടൻ പിന്നെ ആ ഡ്രംസിന്റെ സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. അത് കണ്ട് അവരാണെങ്കിൽ കുറച്ചും കൂടി ഒച്ചത്തിലായിരുന്നു ഡ്രംസ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി. പോകുന്ന ഇൻട്രസ്റ്റ് ഇല്ല തിരിച്ച് വീട്ടിലേക്ക് വരാൻ. ഒരാഴ്ച വീട് ക്ലോസ് ആയതുകൊണ്ട് ആകെ അലക്കോലമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒന്നേന്ന് തൊട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വരണം. ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനവും കൂടി എല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം. അങ്ങനെ ഞാനും ഇച്ചായനും കൂടി ഒരു സൈഡിൽ നിന്ന് പണിയെല്ലാം തുടങ്ങി. അങ്ങനെ ഇച്ചൂട്ടിന് വന്ന വശം തന്നെ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു. എബിക്കുട്ടിന് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ കഴിക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കളിക്കുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കുളിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ ഇന്ന് ഡിന്നറിന് എഗ് നൂഡിൽസ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എക്സിബിഷന് മേടിച്ച ലൈറ്ററാണ്. യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. യാത്രയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാശിയാണ്. അവൻ താഴെ നിൽക്കുന്നേ ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഇച്ചായൻ്റെ അടുത്തേക്ക് കൂടെ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇച്ചായനും കൂടിയാണ് എന്നെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഞാൻ ഇച്ചൂട്ടിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും കിടന്നുറങ്ങാൻ പോവാണ്. ഞങ്ങൾ ആകെ ടയർഡായിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.